മേഘ, അതായത് മഴ ശക്തമായി തുടരുന്നു. തിരുവനന്തപുരത്ത് രാവിലെ നല്ല മഴയായിരുന്നു. മേഘ കൊടയൊക്കെ ചൂടിയിട്ടാണ് നിൽക്കുന്നത്. എന്താണ് കോഴിക്കോട് നല്ല മഴയുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യമൊക്കെ എന്താണ്? അതോടൊപ്പം തന്നെ ജില്ലയിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടോ? എന്താണ് ഒരു പൊതുസ്ഥിതി എന്താണ്? അഞ്ജന, കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴയാണ്. നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട് നദികളിൽ. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ 36 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. 14 സ്ത്രീകളും 13 പുരുഷന്മാരും അതിനൊപ്പം 9 കുട്ടികളും അടക്കം 36 പേരാണ് ക്യാമ്പിൽ കഴിയുന്നത്. കോഴിക്കോട് താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതി ഉണ്ടായിരിക്കുന്നത്. പല വീടുകളിലും വെള്ളം കയറി. ജില്ലയിൽ മാത്രം 30 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈ മരം കടപുഴകി വീണും കനത്ത മഴയിൽ മറ്റ് അപകടങ്ങൾ ഉണ്ടായിട്ടൊക്കെ തന്നെ 30 വീടുകളാണ് ജില്ലയിൽ തകർന്നത്. ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയും വേണ്ട സൗകര്യം നിലവിൽ ജില്ലാ ഭരണകൂടം ഒരുക്കി നൽകിയിട്ടുണ്ട്. അതിനൊപ്പം ഈ അപകട ഭീഷണിയിൽ നിൽക്കുന്ന പല വീടുകളിൽ നിന്നും ആളുകളെ മറ്റ് ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെയും മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഴ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ ഈ സമയം അനുസരിക്കേണ്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോഴിക്കോട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അത്തരം ഇടങ്ങളിലേക്ക് DTPCയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകൾക്ക് പ്രവേശനം ഉണ്ടാകുകയില്ല. ഒരു തരത്തിലും അപകടം ഉണ്ടാവാൻ പാടില്ല എന്ന കണക്കിലെടുത്തത് കൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി തന്നെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശനം നിരോധിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നത് മഴക്കാലമായാൽ പ്രത്യേകിച്ച് സ്കൂളുകൾക്കൊക്കെ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും അവധി നൽകിയിരിക്കുകയാണ്. അത്തരം അവധി ദിനങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ ഈ ജലനിരപ്പ് ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കാണാൻ പോകാനുള്ള സാധ്യത, അത് വെള്ളക്കെട്ടിൽ വീണ് അപകടം വരുത്താനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെയും മുൻപിൽ കണ്ടുകൊണ്ടാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ തന്നെയും അടയ്ക്കാനും മറ്റ് കൃത്യമായി സർക്കാർ നൽകുന്ന ജില്ലാ ഭരണകൂടം നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നും ഈ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലായി വെള്ളം കയറിയിട്ടുണ്ട്. പല ഇടങ്ങളിലും ഗ്രാമീണ റോഡുകളൊക്കെ തന്നെയും വെള്ളത്തിനടിയിലായ സാഹചര്യമുണ്ട്. ഈ വെള്ളക്കെട്ട് കാണാൻ കുട്ടികൾ ഉൾപ്പെടെ പോകുക എന്നത് കാലാകാലങ്ങളായി ഈ മഴക്കാലം വരുമ്പോഴുള്ളൊരു സാഹചര്യമാണ്. അത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മുൻപോട്ട് വെക്കുന്ന കാര്യം. കാരണം അങ്ങനെയാണ് പല അപകടങ്ങളും കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ തന്നെയും പല അപകടങ്ങളും ആ തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സർക്കാർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുക എന്നതാണ് ഈ സമയം പ്രേക്ഷകർ ഉൾപ്പെടെ പറയാനുള്ളത്. മഴ എല്ലാ സ്ഥലത്തും ശക്തി പ്രാപിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അഞ്ജന.